ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പം മൾട്ടി ക്യാപ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോലെയാണ്. അതായത് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണ് ഇത് വരുന്നത്. അതായത് എല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാർ എന്ന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച 2 ടോപ്പ് മൾട്ടി ക്യാപ് ഫണ്ട്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ ഫണ്ടുകൾ എന്നുള്ളത് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് മൾട്ടി ക്യാപ് ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ട്സിനാണ് നമ്മൾ മൾട്ടി ക്യാപ്സ് എന്ന് പറയുന്നത്. അപ്പം സെബിയുടെ കാറ്റഗറൈസേഷൻ പ്രകാരം ഈ ഒരു ഫണ്ടുകൾ കുറഞ്ഞത് അവരുടെ പോർട്ട്ഫോളിയോയുടെ 75% ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. പിന്നെ അവർ ലാർജ്, മിഡ്, അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഓരോന്നിലേക്കും മിനിമം 25% അലോക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്ററിന് ഇപ്പം എന്താണ് ഒരു ഫണ്ട് വഴി എന്താണ് 3 മാർക്കറ്റ് ക്യാപ്പിലേക്കും, അതായത് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ സ്മോൾ ക്യാപ്പിലേക്ക് ഇവിടെ എക്സ്പോഷർ ലഭിക്കും. അപ്പം ഇവിടെ പൊതുവെ ആളുകൾക്ക് ഈ ഒരു മൾട്ടി ക്യാപ് ഫണ്ടും ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടും തമ്മിലൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവല്ലേ? അപ്പോൾ ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ ഫണ്ട് മാനേജറിന് എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് ക്യാപ്പിലേക്കുള്ള അലോക്കേഷൻ മാറ്റാൻ വേണ്ടി സാധിക്കും. എന്നാൽ നമ്മുടെ മൾട്ടി ക്യാപ് ഫണ്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മാർക്കറ്റ് ക്യാപ്പിലേക്കും മിനിമം 25% വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ലാർജ്, മിഡ്, അതുപോലെ സ്മോൾ ക്യാപ്പിലേക്ക് ഓരോന്നിലേക്കും മിനിമം 25% വെച്ച് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഈ മൾട്ടി ക്യാപ് ഫണ്ട്സ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാർ പ്രകാരം ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ക്യാപ് ഫണ്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും, എന്തിനാണ് നമ്മൾ ഈ വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാറിന് വിശ്വസിക്കേണ്ടതെന്നുള്ളത്? ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കുക, ഈ 2 പേരും ഇൻവെസ്റ്റ്മെന്റ് റിസർച്ചിൽ ഹൈലി ട്രസ്റ്റഡ് നെയിംസ് ആണ്. അപ്പം വാല്യൂ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഡിപെൻഡന്റ് റിസർച്ച് ഫേം ആണ്. അപ്പോൾ അവർ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, അതിൽ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിൽ ഡീറ്റെയിൽ ഡേറ്റ അനാലിസിസ് അതുപോലെ എക്സ്പെർട്ട് ഒപ്പീനിയൻ നൽകുന്നവരാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ്, അഡ്വൈസേഴ്സ്, അതുപോലെ ഈവൻ മീഡിയ ഹൗസ് വരെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പം മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസ് ഫേം ആണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് റിസർച്ച് അതുപോലെ അനാലിസിസ് വഴി ഇൻഡിവിജ്വൽ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇവര്. അപ്പം 2 പേരുടെയും ലക്ഷ്യം സിമ്പിൾ ആണ്. ഇവിടെ എന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഇൻഫോർമേഷൻ തരിക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് പണം നമുക്ക് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സാധിക്കും. സോ നമുക്ക് വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാർ 2ൽ നിന്നും 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച 2 മൾട്ടി ക്യാപ് ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. രണ്ടാമത്തെ ഫണ്ട് വരുന്നത് കൊട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. ഇനി നമുക്ക് ഓരോ ഫണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യത്തെ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. ഇപ്പോൾ 28 മാർച്ച് 2005 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഒരു ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് 1 ജാനുവരി 2013 അപ്പോൾ 30 ജൂൺ 2025 പ്രകാരം ഈ ഒരു ഫണ്ട് AUM വരുന്നത് 45,366.09 കോടിയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞ് മൾട്ടി ക്യാപ് കാറ്റഗറിയിലെ ഹയസ്റ്റ് AUM ആണ്. അതുപോലെ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ ശൈലേഷ് രാജ്ബാൻ, അതുപോലെ മിസ്റ്റർ അശുതോഷ് ഭാർഗവ് ആണ്. അപ്പോൾ ഫണ്ട് പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുമ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് 43.72% ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ് സ്റ്റോക്സിലേക്ക് 26.6% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് 26.7% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് ലാർജ് ക്യാപ് കമ്പനിയിലേക്കാണ് ടൈറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പം ഇവരുടെ പോർട്ട്ഫോളിയോയിലെ ടോപ്പ് 5 സ്റ്റോക്സ് വരുന്നത് HDFC ബാങ്ക് ലിമിറ്റഡ്, ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, GE വെർണോണ T&D ഇന്ത്യ ലിമിറ്റഡും ആണ്. അതിലെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ബാങ്ക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, റീറ്റെയിലിംഗ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി, ലീഷർ സർവീസും ആണ്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ റേഷ്യോസിന് ഈ 5 സ്റ്റാർ റേറ്റിംഗിൽ വലിയ ഇമ്പോർട്ടൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് നിന്ന് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പം ഇവിടെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ വോളറ്റിലിറ്റി ആണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഫണ്ടിന്റെ റിട്ടേൺസിൽ അൺസർട്ടനിറ്റി ഉണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 12.98% അതേസമയത്ത് കാറ്റഗറി വരുന്നത് 13.84%. അപ്പൊ ഇതിന്റെ അർത്ഥം കാറ്റഗറിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ്. ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് ബീറ്റ ആണ്. അപ്പൊ ബീറ്റ എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിന്റെ വോളറ്റിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ബീറ്റ ഇപ്പോൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്താണ്, ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ട് എന്താണ് കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പം ഒന്നിൽ കുറവാണെങ്കിൽ വോളറ്റിലിറ്റി കുറവാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ബീറ്റ് വരുന്നത് 0.84 ആണ്. അതായത് എന്താണ്, ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ്. ഇനി നമുക്ക് ഷാർപ്പ് റേഷ്യോ നോക്കാം.
അപ്പോൾ ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ അത് എടുത്തതുകൊണ്ട് നമുക്ക് എത്ര എക്സ്ട്രാ റിട്ടേൺസ് നേടാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ എന്താണ് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് ബെറ്റർ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ഷാർപ്പ് റേഷ്യോ എന്ന് 1.36 ആണ്. അതായത് ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്കിനും ഫണ്ട് 1.36 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് നേടിയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് വൺ വരുന്ന സോർട്ടിനോ റേഷ്യോ ആണ്. അപ്പോൾ ഇത് ഡൗൺ സൈഡ് റിസ്ക് മാത്രം മെഷർ ചെയ്യുന്നത് റേഷ്യോ ആണ്. ഇപ്പം സോർട്ടിനോ റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവ് ഡൗൺ സൈഡോടെ ബെറ്റർ റിട്ടേൺസ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് സോർട്ടിനോ റേഷ്യോ എന്ന് 1.82 ആണ്. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ട് 1.82 ടൈംസ് എന്താണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ നോക്കാം. അപ്പോൾ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കയറുമ്പം ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണ് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ. ഇപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100ൽ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് കയറുമ്പോൾ എന്താണ് ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാൾ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പം നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് 108 ആണ്. അതായത് ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% കൂടിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഇവിടെ 10.8% കൂടുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണിത്. ഇപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 100ൽ കുറവാണെങ്കിൽ എന്താണ് മാർക്കറ്റ് ഇടിയുമ്പോൾ എന്താണ് ബെഞ്ച് മാർക്കിനേക്കാളും കുറവ് മാത്രമാണ് ഇക്വിറ്റി ഫണ്ട് ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പം നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്ന 61 ആണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% ഇടിയുവാണെങ്കിൽ ഫണ്ട് ഇവിടെ 6.1% മാത്രമേ ഇടിയുന്നുള്ളൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ റിട്ടേൺസ് നോക്കാം. ഇപ്പൊ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 1 അതുപോലെ 3 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഇവിടെ മറികടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഫണ്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് വന്ന് കോട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പൊ ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് 29 സെപ്റ്റംബർ 2021 അപ്പൊ 30 ജൂൺ പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ AUM വരുന്നത് 18,904.21 കോടിയാണ്. അതുപോലെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ ദേവേന്ദ്ര സിംഗിൾ അതുപോലെ മിസ്റ്റർ അഭിഷേക് ബെസൻ ആണ്. അപ്പോൾ 30 ജൂൺ 2025 പ്രകാരം ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ലാർജ് ക്യാപ് സ്റ്റോക്സ് 43.48%, മിഡ് ക്യാപ് സ്റ്റോക്സ് 26.47%, സ്മോൾ ക്യാപ് സ്റ്റോക്സ് 28.89%. അതുപോലെ പോർട്ട്ഫോളിയോയിലേക്കുള്ള ടോപ്പ് 5 സ്റ്റോക്സ് വരുന്നത് മാരുതി സുസുക്കി ലിമിറ്റഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹീറോ മോട്ടോകോപ്പ്, പൂനെവാല ഫിൻകോപ്പ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആണ്. അതിൽ ഇവിടുത്തെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ബാങ്ക്സ്, ഓട്ടോമൊബൈൽസ്, IT സോഫ്റ്റ്വെയർ, ഫൈനാൻസ്, അതിൽ റീറ്റെയിലിംഗും ആണ്. ഇനി നമുക്ക് ഇവിടെ ക്രിട്ടിക്കൽ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് 15.46% ആണ്. അപ്പോൾ ഇതുവരെ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനേക്കാളും ഫണ്ട് കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. ഇപ്പം കോട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ബീറ്റ് ഇവിടെ വരുന്നത് 1.03 ആണ്. അതായത് ബെഞ്ച് മാർക്കിനേക്കാളും കുറച്ച് വോളറ്റൈൽ ആണ് ഫണ്ട്. ഇനിയിപ്പം ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.17 ആണ്. അതായത് ഓരോ യൂണിറ്റ് എക്സ്ട്രാ റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് 1.17 ടൈംസ് റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഫണ്ടിന്റെ സോർട്ടിനോ റേഷ്യോ ഇവിടെ വരുന്നത് 1.54 ആണ്. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ട് എന്താണ് 1.54 ടൈംസ് റിട്ടേൺസ് ഇവിടെ നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്സൈഡ് അതുപോലെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. ഇപ്പോൾ കോട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 123 ആണ്. അതായത് ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% കൂടുവാണെങ്കിൽ ഫണ്ട് എന്താണ് 12.3% ഇവിടെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫണ്ടിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 93 ആണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% ഇടിയുവാണെങ്കിൽ ഫണ്ട് 9.3% മാത്രമേ ഇവിടെ ഇടിയുന്നുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് റിട്ടേൺസ് കൂടി നോക്കാം. ഇപ്പോൾ കോട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ മറികടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിൽ ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാറ്റഗറി എഗ്നസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് ഇതുവരെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് അവർക്ക് ലോങ് ടേം ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല. സോ ഇതായിരുന്നു വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാർ എന്ന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച 2 മൾട്ടി ക്യാപ് ഫണ്ട്സ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 2 ഫണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ എന്താണ് പോർട്ട്ഫോളിയോ ഓവർലാപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കോട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോ നമ്മൾ മറ്റൊരു ഫണ്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഓവർലാപ്പ് ഇവിടെ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടായിട്ട് നമ്മൾ നോക്കുമ്പോൾ 15.31% ഓവർലാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഏതൊരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഈ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നോക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഏതൊരു ഫണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇത് നിങ്ങൾ വിട്ടുപോയത് അതാണ് എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ ഈ ഒരു ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ കൂടി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 2 ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ
വേണമെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.74%, കോട്ടക് മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.42%. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പം നിങ്ങൾ ഏതൊരു ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.